നമ്മളിൽ പലരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും വലിയ സങ്കടത്തിലൂടെയോ നിരാശയിലൂടെയോ ഒക്കെ കടന്നു പോയിട്ടുണ്ടാകാം. എന്നാൽ സാധാരണ തോന്നുന്ന ഈ സങ്കടവും ഡിപ്രഷൻ എന്ന രോഗാവസ്ഥയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം അഥവാ ICD ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് പ്രകാരം ഡിപ്രഷൻ എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം. രോഗങ്ങളെ തരംതിരിക്കുവാനും കൃത്യമായി മനസ്സിലാക്കുവാനും ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു ആഗോള മാനദണ്ഡമാണ് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ്. ഇതനുസരിച്ച് ഒരാൾക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് പറയണമെങ്കിൽ പ്രധാനമായും 2 ആഴ്ചയെങ്കിലും ഇനി പറയുന്ന ലക്ഷണങ്ങൾ പ്രകടമായിരിക്കണം. ICD-11 പ്രകാരം 3 പ്രധാന ലക്ഷണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആദ്യത്തേത് വിഷാദഭാവം അല്ലെങ്കിൽ ഡിപ്രസ്ഡ് മൂഡ്. മിക്കവാറും സമയങ്ങളിൽ അനുഭവപ്പെടുന്ന കടുത്ത സങ്കടം, ശൂന്യത അല്ലെങ്കിൽ നിസ്സഹായത. രണ്ടാമത്തേത് താല്പര്യക്കുറവ്, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്. ഒരു വ്യക്തി മുൻപ് ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് വിനോദങ്ങൾ, സുഹൃത്തുക്കളുമായിട്ട് സംസാരം, സിനിമ കാണുക, പാട്ട് കേൾക്കുക എന്നീ കാര്യങ്ങളിൽ താല്പര്യം കാണിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമായി കണക്കാക്കാം. മൂന്നാമത്തേത് വരുന്നതാണ് അമിതമായ ക്ഷീണം, ഡിക്രീസ് ഇൻ എനർജി. ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും വലിയ ആയാസം അനുഭവപ്പെടുകയും എപ്പോഴും തളർച്ച, ക്ഷീണം തുടങ്ങിയ തരത്തിലുള്ള ലക്ഷണങ്ങളും ഇവരിൽ കണ്ടുവരാറുണ്ടോ. ഇതോടൊപ്പം തന്നെ മറ്റു ചില ലക്ഷണങ്ങളും കണ്ടുവരാറുണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഏകാഗ്രത കുറയുക, കോൺസെൻട്രേഷൻ, റെഡ്യൂസ്ഡ് കോൺസെൻട്രേഷൻ, അമിതമായ കുറ്റബോധം അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മ, ഭാവി ഇരുട്ടടഞ്ഞാണെന്ന് തോന്നൽ, ഇതിനെ പെസിമിസം എന്ന് പറയാം. പിന്നെ അതുപോലെ തന്നെ ഉറക്കക്കുറവ്, സ്ലീപ്ലെസ്നെസ് അല്ലെങ്കിൽ അമിതമായ ഉറക്കം. പിന്നെ ഭക്ഷണത്തോടുള്ള താല്പര്യം മാറുന്നത് മൂലമുള്ള ഭാരവ്യത്യാസം. ചില വ്യക്തികളിൽ അമിതമായി ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ ചിലർ ഫുഡ് അല്ലെങ്കിൽ ഭക്ഷണം സ്കിപ്പ് ചെയ്യാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും ജോലിയെയും ബാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം. ലക്ഷണങ്ങളുടെ എണ്ണവും തീവ്രതയും അനുസരിച്ച് ഈ ഡിപ്രഷനെ മൈൽഡ്, മോഡറേറ്റ് അല്ലെങ്കിൽ സിവിയർ എന്നീ 3 കാറ്റഗറിയായി തരംതിരിച്ചിരിക്കാം. ഇത് സ്വയം നിർണ്ണയിക്കേണ്ട ഒന്നല്ല, മറിച്ച് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെയോ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെയോ സഹായത്തോടു കൂടി ചെയ്യേണ്ടതാണിത്. ഇനി നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങളെ പറ്റി നമുക്ക് നോക്കാം. ഇത് ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്നതല്ല. ശാരീരികവും മാനസികവും സാമൂഹികവുമായ ഒട്ടനവധി ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരാൾക്ക് വിഷാദത്തിലേക്ക് വീണു പോകുന്നത് അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ആദ്യത്തെയാണ് ജൈവശാസ്ത്രപരമായ കാരണങ്ങൾ അല്ലെങ്കിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ്. തലച്ചോറിലെ രാസമാറ്റങ്ങൾ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ്. ഇവയുടെ ഉദാഹരണത്തിന് സിറോട്ടോണിൻ, ഡോപ്പമൈൻ ഇവയുടെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ വിഷാദത്തിന് കാരണമാക്കാം. അതുപോലെ തന്നെയാണ് ജനിതക ഘടകങ്ങൾ, ജെനറ്റിക്സ്. കുടുംബത്തിൽ ആർക്കെങ്കിലും വിഷാദരോഗം ഉണ്ടെങ്കിൽ അടുത്ത തലമുറയിൽ ഉള്ളവർക്ക് ഇത് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു ബയോളജിക്കൽ ഫാക്ടറാണ് ഹോർമോണിലെ വ്യത്യാസം. തൈറോയ്ഡ് പ്രശ്നങ്ങൾ, പ്രസവാനന്തരമുള്ള ഹോർമോണിന്റെ മാറ്റങ്ങൾ, ഇത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം വിഷാദത്തിലേക്ക് നയിക്കാം. ഇത്തരം കാര്യങ്ങളാണ് ബയോളജിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നത്. അടുത്തത് നമുക്ക് നോക്കുന്നത് മനഃശാസ്ത്രപരമായ കാരണങ്ങളിലേക്കാണ്. അതായത് വ്യക്തിത്വ സവിശേഷതകൾ. ആത്മവിശ്വാസം കുറഞ്ഞ വ്യക്തിത്വമുള്ളവർ, എപ്പോഴും നെഗറ്റീവായി മാത്രം ചിന്തിക്കുന്നവർ, അമിതമായി ഉത്കണ്ഠപ്പെടുന്നവർ എന്നിവർക്ക് വിഷാദം വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ ബാല്യകാല അനുഭവങ്ങൾ, കുട്ടിക്കാലത്തുണ്ടായ മാനസികമോ ശാരീരികവുമായ പീഡനങ്ങൾ മുതിർന്നു കഴിയുമ്പോൾ ഇവ വിഷാദമായി മാറാം. പിന്നെ മറ്റൊരു കാര്യമാണ് സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് എന്ന് പറയാം. നഷ്ടങ്ങൾ, പ്രിയപ്പെട്ടവരുടെ മരണം, പ്രണയപരാജയം, വിദ്യാഭ്യാസത്തിലെ തോൽവി, പരാജയം അല്ലെങ്കിൽ വിവാഹമോചനം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ബിസിനസ്സിലുണ്ടായ നഷ്ടങ്ങൾ, ജോലി നഷ്ടപ്പെടുക, വലിയ കടബാധ്യതകൾ എന്നിവയൊക്കെ ആകാം. അതുപോലെ തന്നെ വിട്ടുമാറാത്ത രോഗങ്ങൾ, ക്യാൻസർ, പ്രമേഹം, ഹൃദ്രോഗം തുടങ്ങിയ കഠിനമായ ശാരീരിക അസുഖങ്ങൾ അനുഭവിക്കുന്നവർക്കും മാനസികമായ ഇത്തരത്തിലുള്ള തളർച്ചയും വിഷാദവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ചിന്തകളെയാണ് ആദ്യം ബാധിക്കുന്നത്. പ്രമുഖ മനഃശാസ്ത്രജ്ഞനായ ആരോൺ ബെക്കിന്റെ നിരീക്ഷണ പ്രകാരം രോഗി തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും തന്റെ ഭാവിയെക്കുറിച്ചും അങ്ങേയറ്റം നെഗറ്റീവായ ചിന്തകളിൽ തളച്ചിടപ്പെടുന്നു. ഇതിനെയാണ് കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് പറയുന്നത്, നെഗറ്റീവ് കോഗ്നിറ്റീവ് ട്രയാഡ് എന്ന് വിളിക്കുന്നത്. ചികിത്സയിലൂടെയോ ഇത്തരം തെറ്റായ ചിന്താഗതികളെ നമുക്ക് മാറ്റി ആരോഗ്യകരമായ ഒരു ജീവിതത്തിലേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുവരാൻ സാധിക്കും. വിഷാദരോഗമുള്ള ഒരാളുടെ ചിന്താഗതി എങ്ങനെ 3 രീതിയിൽ നെഗറ്റീവ് ആകുന്നു എന്നതാണ് ഈ സിദ്ധാന്തം വിശദീകരിക്കുന്നത്.
വിഷാദരോഗമുള്ളവർ ലോകത്തെ നോക്കിക്കാണുന്നത് ഇനി പറയുന്ന 3 തരം നെഗറ്റീവ് കാഴ്ചപ്പാടുകളിലൂടെയാണ്. ആദ്യത്തേത് സ്വയം നെഗറ്റീവായി കാണുക. അതായത് ഇതിനെ നെഗറ്റീവ് വ്യൂ ഓഫ് സെൽഫ് എന്ന് പറയാം. ഞാൻ എന്തിനും കൊള്ളാത്തവനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് യാതൊരു കഴിവുമില്ല, എന്നെ കൊണ്ട് യാതൊരു ഉപയോഗവുമില്ല, എന്റെ പിഴവുകൾ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, എനിക്കൊരു കഴിവുമില്ല, എങ്ങനെ സ്വയം എപ്പോഴും കുറ്റപ്പെടുത്തുന്ന രീതി. ലോകത്തെ നെഗറ്റീവായി കാണുക. അടുത്തത് അതായത് നെഗറ്റീവ് വ്യൂ ഓഫ് ദ വേൾഡ്. ഈ ലോകം വളരെ ക്രൂരമാണ്, ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല, എല്ലായിടത്തും തടസ്സങ്ങൾ മാത്രമാണ് എന്നിങ്ങനെയൊക്കെയുള്ള ചിന്തകൾ തനിക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളിൽ ഒന്നിനും അനുകൂലമല്ല എന്നിവർ വിശ്വസിക്കുന്നു. മൂന്നാമത്തെ നെഗറ്റീവ് ട്രയാഡാണ് ഭാവിയെ നെഗറ്റീവായി കാണുക. നെഗറ്റീവ് വ്യൂ ഓഫ് ദ ഫ്യൂച്ചർ. ഒരിക്കലും ഒന്നും ശരിയാകാൻ പോകുന്നില്ല, ഭാവിയിൽ ദുരന്തങ്ങൾ മാത്രമേ ഉണ്ടാകൂ, എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നിങ്ങനെയൊക്കെ യാതൊരു തരത്തിലും യാതൊരു ഹോപ്പുമില്ലാതെ പ്രത്യാശയില്ലാത്ത അവസ്ഥ. ഇനി നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. 30 വയസ്സുള്ള രാഹുൽ ഒരു സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ജോലിയിലുണ്ടായ അമിതഭാരവും ഒരു പ്രോജക്റ്റിൽ വന്ന ഒരു ചെറിയ പരാജയവും രാഹുലിനെ വിഷാദത്തിലേക്ക് നയിച്ചു. അവന്റെ ചിന്താഗതി എങ്ങനെയാണ് ഈ നെഗറ്റീവ് കോഗ്നിറ്റീവ് ട്രയാഡിലൂടെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് സ്വയം നെഗറ്റീവായി കാണുക എന്ന് നേരത്തെ പറഞ്ഞല്ലോ. രാഹുൽ വിശ്വസിക്കുന്നത് താൻ ഒന്നിനും കൊള്ളാത്തവനാണ് എന്നാണ്. ഇവിടെ രാഹുലിന്റെ ചിന്ത, എനിക്ക് ഒരു കാര്യവും കൃത്യമായി ചെയ്യുവാൻ അറിയില്ല, ഈ ചെറിയ പരാജയം ഉണ്ടായത് എന്റെ ബുദ്ധിക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ എന്റെ കാര്യശേഷി കുറവ് കൊണ്ടാണ് എന്നവൻ വിശ്വസിക്കുന്നു. ഞാനൊരു പരാജയമാണ് എന്നാണ് രാഹുൽ വിശ്വസിക്കുന്നത്. യാഥാർത്ഥ്യത്തിലോ പ്രോജക്റ്റിൽ വന്നൊരു പിഴവ് ഇത് സാങ്കേതികമായിരുന്നു, അത് ആർക്കും സംഭവിക്കാവുന്ന ഒരു പിഴവ് മാത്രമാണ്. രണ്ടാമത്തെ ട്രയഡ് നോക്കാം. ലോകത്തെ സാഹചര്യങ്ങളെ നെഗറ്റീവായി കാണുക. ഇവിടെ രാഹുൽ എങ്ങനെയാണ് നോക്കിക്കണ്ടെന്ന് നോക്കാം. തനിക്ക് ചുറ്റുമുള്ളവരും സാഹചര്യങ്ങളും തനിക്ക് വിരുദ്ധമാണ് എന്നാണ് രാഹുൽ കരുതുന്നത്. രാഹുൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഓഫീസിലെ എല്ലാവർക്കും എന്നെ പുച്ഛമാണ്, ആരും എന്നെ സഹായിക്കില്ല, ലോകം മുഴുവൻ ക്രൂരമാണ്, ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല. യാഥാർത്ഥ്യത്തിലോ സഹപ്രവർത്തകർ രാഹുലിനെ സഹായിക്കുവാൻ റെഡിയാണ്, അവർ തയ്യാറാണ്. പക്ഷേ രാഹുൽ അവരുമായിട്ട് സംസാരിക്കുവാൻ വിമുഖത കാണിക്കുകയാണ് ചെയ്യുന്നത്. മൂന്നാമത്തെ നെഗറ്റീവ് ട്രയാഡ്, ഭാവിയെ നെഗറ്റീവായി കാണുക. നെഗറ്റീവ് വ്യൂ ഓഫ് ദ ഫ്യൂച്ചർ. ഇവിടെ രാഹുൽ എന്താണ് സംഭവിച്ചത്? ഒരിക്കലും തന്റെ ജീവിതം നന്നാകില്ല എന്ന് രാഹുൽ അടിയുറച്ച് വിശ്വസിക്കുന്നു. യാതൊരു പ്രത്യാശയുമില്ല. രാഹുൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്: ഇനി എത്ര കഷ്ടപ്പെട്ടാലും എനിക്ക് മുന്നേറാൻ കഴിയില്ല, അടുത്ത പ്രോജക്റ്റും പരാജയപ്പെടും, എന്റെ ജോലി നഷ്ടപ്പെടും, ഞാൻ തെരുവിലാകും. യാഥാർത്ഥ്യത്തിലോ ചെറിയ പരാജയങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ കരിയറിന്റെ ഒരു അവസാനമല്ല, ഇത് മറിച്ച് അടുത്തൊരു അവസരത്തിലേക്കുള്ള ഒരു കരിയർ ഗ്രഹത്തിലേക്കുള്ള ഒരു തുടക്കം മാത്രമല്ലേ. പക്ഷെ രാഹുലിന് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. ഇനി ഡിപ്രഷനിൽ കോഗ്നിറ്റീവ് നെഗറ്റീവ് ട്രയാഡ് ഈ ഒരു കൺസെപ്റ്റ് വെച്ചുകൊണ്ടുള്ള തെറാപ്പി നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ചികിത്സയിൽ ഈ 3 നെഗറ്റീവ് ചിന്താധാരകളെ മാറ്റാനാണ് ശ്രമിക്കുന്നത്. ഇതിനെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തേതാണ് തിരിച്ചറിയുക, അല്ലെങ്കിൽ തെറ്റായ ചിന്തകളെ തിരിച്ചറിയുക, ഐഡന്റിഫിക്കേഷൻ. രോഗി അറിയാതെ തന്നെ മനസ്സിലേക്ക് കടന്നു വരുന്ന നെഗറ്റീവ് ചിന്തകളെ, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സിനെ തിരിച്ചറിയാൻ രോഗിയെ സഹായിക്കുന്നു. രണ്ടാമത്തേത് ചോദ്യം ചെയ്യുക, ചലഞ്ച് ചെയ്യുക. ഞാൻ എന്തിനും കൊള്ളാത്തവനാണ് എന്ന ചിന്ത വരുമ്പോൾ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ തെറാപ്പിസ്റ്റ് ആവശ്യപ്പെടും. ആ ചിന്തയ്ക്ക് വിരുദ്ധമായ തെളിവുകൾ ആ രോഗിക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കുന്നു. അതായത് അവരുടെ മുൻകാല വിജയങ്ങൾ, മറ്റുള്ളവരുടെ പ്രശംസ, ഇവയൊക്കെ കണ്ടെത്താൻ രോഗിയെ പരിശീലിപ്പിക്കുന്നു. ഇതോടൊപ്പം ചെയ്യാൻ കഴിയുന്ന മറ്റു ചില ആക്ടിവിറ്റികളാണ് ദ ഫ്രണ്ട് ടെസ്റ്റ്. അതായത് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്ന അതേ നെഗറ്റീവ് കാര്യം നിങ്ങളുടെ ഒരു സുഹൃത്താണ് നിങ്ങളോട് പറയുന്നതെങ്കിൽ നിങ്ങൾ ആ സുഹൃത്തിനെ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? ആ വാക്കുകൾ നിങ്ങൾക്കായി തന്നെ ഉപയോഗിക്കുക. ഇത് നിങ്ങൾക്കൊരു കണ്ണാടിയിൽ നോക്കി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു ആക്ടിവിറ്റിയാണ് ആക്ടിവിറ്റി ഷെഡ്യൂളിംഗ്. അതായത് വിഷാദമുള്ളപ്പോൾ ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ദിവസവും വളരെ ചെറിയൊരു കാര്യം ചെയ്യുക. ഉദാഹരണത്തിന് ഒരു 10 മിനിറ്റ് നടത്തം, അല്ലെങ്കിൽ ഒരു പേജ് വായന, അല്ലെങ്കിൽ മുറിയുടെ ഒരു ഭാഗം എന്ന് വൃത്തിയാക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയും അത് പൂർത്തിയാക്കുമ്പോൾ കിട്ടുന്ന ചെറിയ സന്തോഷം രേഖപ്പെടുത്തുകയും ചെയ്യണം. അടുത്ത ഒരു ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പോസിറ്റീവ് ഡാറ്റ ലോഗ്. അതായത് കോഗ്നിറ്റീവ് ട്രയാഡിലെ ലോകത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കാഴ്ചപ്പാട് മാറാൻ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അന്ന് നടന്ന 3 നല്ല കാര്യങ്ങൾ, അത് എത്ര ചെറുതാണെങ്കിൽ കൂടിയും, ഉദാഹരണത്തിന് ഒരാൾ ചിരിച്ചു കാണിച്ചു, അല്ലെങ്കിൽ നല്ലൊരു ചായ കുടിച്ചു,
അല്ലെങ്കിൽ ഒരു ഓമനത്തമുള്ള ഒരു കുഞ്ഞിനെ കണ്ടു. അപ്പോൾ ഇത്തരം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ചെറിയ ചെറിയ സന്തോഷം നൽകിയ കാര്യങ്ങൾ നിങ്ങളുടെ ലോഗ് ബുക്കിൽ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി വെക്കുക. ഇത് നമ്മുടെ ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ മാറ്റിമറിക്കും. നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് ചിന്തകളെ നേരിടാൻ ഒരു ചെറിയ വ്യായാമം നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലോ? ഒരു ഡയറി എടുത്ത് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ അതിൽ എഴുതി വെക്കുക. എന്നിട്ട് ആ ചിന്തകൾ ശരിയാണോ എന്ന് ഒരു വക്കീലിനെ പോലെ ഒന്ന് ക്രോസ് വിസ്താരം ചെയ്ത് നോക്കുക. പകരമായി കൂടുതൽ പോസിറ്റീവായ കാര്യങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കും. നമുക്ക് രാഹുലിന്റെ ഉദാഹരണം തന്നെ നോക്കാം. തന്റെ ഒരു പ്രോജക്റ്റ് പരാജയപ്പെട്ടപ്പോൾ രാഹുൽ ചിന്തിച്ചത് താൻ ലോകത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് എന്നാണ്. ലോകം മുഴുവൻ തന്നെ ഒറ്റപ്പെടുത്തുന്നു എന്നും ഇനി ഒരിക്കലും ജീവിതം നന്നാകില്ല എന്നും. ഈ 3 ചിന്തകളാണ് രാഹുലിനെ വിഷാദത്തിന്റെ കയത്തിലേക്ക് തള്ളിയിടുന്നത്. എന്നാൽ തെറാപ്പിയിലൂടെ ഈ ചിന്തകളെ നമുക്ക് മാറ്റിയെടുക്കുവാൻ സാധിക്കും. വിഷാദം എന്നത് നിങ്ങൾ തനിയെ തുഴയേണ്ട ഒരു തോണിയല്ല. അതൊരു വ്യക്തിപരമായ പരാജയവുമല്ല. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിന്റെ ലക്ഷണങ്ങളും നെഗറ്റീവ് കോഗ്നിറ്റീവ് ട്രയാഡും ഒക്കെ സൂചിപ്പിക്കുന്നത് കൃത്യമായ ചികിത്സയും പിന്തുണയും ഉണ്ടെങ്കിൽ ആർക്കും തിരികെ വരാൻ കഴിയുന്ന ഒരു അവസ്ഥയാണിത് എന്നാണ്. ഓർക്കുക, നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ ചതിച്ചേക്കാം, പക്ഷേ അവയല്ല സത്യം. ഇരുണ്ട ചിന്തകൾക്ക് അപ്പുറം പ്രകാശമുള്ള ഒരു ലോകമുണ്ട്. ഈ വീഡിയോ ആരിലെങ്കിലും ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമാണ്. നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലും കഠിനമായ മാനസികാവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ പങ്കുവയ്ക്കുക. നിങ്ങളുടെ ഒരു ചെറിയ കരുതൽ ഒരുപക്ഷെ ഒരാളുടെ ജീവൻ തന്നെ രക്ഷിച്ചേക്കാം. തുടർന്ന് സൈക്കോളജിയുമായി ബന്ധപ്പെട്ട രസകരവും വിജ്ഞാനപ്രദവുമായ വീഡിയോകൾക്കായി സൈക്കോസ്കോപ്പ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇനി മറ്റൊരു വിജ്ഞാനപ്രദമായ എപ്പിസോഡിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ശുഭദിന ആശംസകൾ. നന്ദി.